പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തോടെ അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെയും വിശുദ്ധ അഗസ്തീനോസിൻ്റെയും പ്രത്യേകമായ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങയുടെ കുരിശോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവമേ, ആ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ അർപ്പിച്ച ആ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ മക്കളെ എല്ലാ പാപത്തിൻ്റെയും എല്ലാ പൈശാചികതയുടെയും പിടിയിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് കുത്തി തുറക്കപ്പെട്ട അങ്ങയുടെ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ സ്നേഹവും സൗഹൃദവും സമാധാനവും സന്തോഷവും നിറച്ച് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ, മാതാപിതാക്കളെ, മക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ വലിയ കൃപയിൽ കാത്തു സംരക്ഷിക്കുവാൻ നിങ്ങളുടെ വലിയ സഹായവും സാന്നിധ്യവും സംരക്ഷണവും നിങ്ങളിൽ നിറഞ്ഞ കൃപയും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയപ്പെടാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ മക്കളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, അവരുടെ കാവൽ മാലാഖമാരെ, നിങ്ങളുടെ സജീവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, മോണിക്ക പ്രാർത്ഥനയിലൂടെ മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, യോസേപ്പ് പിതാവിനോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന് വലിയ ദൈവിക ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പുണ്യദിനങ്ങളാണല്ലോ. ഇന്ന് നമ്മൾ പ്രത്യേകം ധ്യാനിക്കുന്നത് തെറ്റായ സ്നേഹബന്ധത്തില് പ്രേമക്കുരുക്കുകളിൽ കുടുങ്ങി ജീവിതം തന്നെ നാശത്തിലേക്കും തകർച്ചയിലേക്കും ഒക്കെ പോയി പഠനം മുടങ്ങി ഡിപ്രഷനിൽ പെട്ട് തകർന്നിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും, അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ തെറ്റായ ഈ കുരുക്കുകളിൽ ചെന്ന് പെടാതിരിക്കാനും വേണ്ടി നമ്മൾ ശക്തമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തെറ്റായ പ്രേമക്കുരുക്ക്, പ്രിയപ്പെട്ടവരെ, പ്രേമം അല്ലെങ്കിൽ സ്നേഹം അതിൽ തന്നെ തെറ്റൊന്നുമില്ല. അതിനൊരു സമയമുണ്ട്. വചനം പറയുന്നുണ്ട്, പ്രായമാകുന്നതിന് മുമ്പേ നീ പ്രേമത്തെ ഇടയ്ക്ക് വിടരുത്. അതിന് പ്രായമുണ്ട്, അതിനൊരു സമയമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ പ്രേമം, തോബിയാസ് ഈ സാറായെ സ്വീകരിക്കുമ്പോ പറയുന്നുണ്ട്, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, പിന്നെയോ പരിശുദ്ധമായ പ്രേമത്താലാണ്. അപ്പോ അതിനൊരു സമയമുണ്ട്, അതിനൊരു പരിശുദ്ധിയുണ്ട്. ആ അടിസ്ഥാനത്തില് ഞാൻ പറയും, ഒരുമാതിരി പഠനമൊക്കെ പൂർത്തിയാകുന്ന സമയത്തും പിന്നെ ഒരു ജോലിയൊക്കെ കിട്ടി ഒരു ചെറുക്കനെ അല്ലെങ്കിൽ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്നേഹത്തിലേക്കും ഒരു പരിശുദ്ധമായ ഒരു പ്രേമത്തിലേക്കും കാർന്നോന്മാരുടെയും വീട്ടുകാരുടെയും ഒക്കെ അനുമതിയോടുകൂടി സഭയുടെയും പാരമ്പര്യത്തിന്റെയും ദൈവവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്ത്യാനി കൊച്ച് ഒരാളെ സ്നേഹിച്ചാൽ, പ്രേമിച്ചാൽ ഉത്തരവാദിത്വപൂർണമായ കൃപയുള്ള ഒരു സ്നേഹം, പ്രേമം, അത് അനുവദനീയമാണ്, അത് വേണം എന്ന് പറയും. ഇതുമാട്ടെ ഇന്ന് നമ്മൾ കാണുന്നത് അനേകം മക്കൾ തെറ്റായ സ്നേഹബന്ധം, സഭയ്ക്ക് നിരക്കാത്ത അക്രൈസ്തവരുമായിട്ട്. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ മക്കളാണ് ഈ ദിവസങ്ങളിൽ എൻ്റെ അച്ഛ പ്രാർത്ഥിക്കണം, എൻ്റെ കൊച്ച് ഇന്ന സഭ വിട്ട് മറ്റൊരു പ്രേമബന്ധത്തിലാണ്,
ലവ് ജിഹാദിപ്പെട്ടിരിക്കുന്ന അവസ്ഥ, തെറ്റായ സ്നേഹബന്ധം, കൂട്ടുകെട്ട്, അവന്റെ പിന്നാലെ പോണു, കറങ്ങാൻ പോണു, പാപം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ പൈശാചികത ഇന്ന് അതിശക്തമാണ്. അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ. ഒത്തിരി മാധ്യമങ്ങള്, സിനിമകള്, അതോടൊപ്പം തന്നെ വശീകരണ യന്ത്രങ്ങള് നമ്മുടെ മക്കളെ, ക്രൈസ്തവ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് ലോകം മുഴുവനിലും ഈ പൈശാചികമായ ശക്തി അതിപ്രബലമാണ്. ഇതൊരു ആത്മീയ പോരാട്ടമാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി മക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി മക്കൾ പറഞ്ഞാൽ തീരത്തില്ല. വിദേശത്തും സ്വദേശത്തും പറയാ, ആദ്യം ഇവന് ഇഷ്ടമല്ല, കണ്ടാൽ ഒരു അറക്കുന്ന ഒരു രൂപം, ഇഷ്ടപ്പെടാത്ത രൂപം, സ്വഭാവം. എന്നാൽ കുറെ കഴിയുമ്പോൾ ഈ പറഞ്ഞ മക്കൾ തന്നെ ആ വ്യക്തിക്ക് അടിമപ്പെട്ട് അവന്റെ കൂടെ പോയി പാപം ചെയ്ത് എല്ലാം മ്ലേച്ഛതയ്ക്കും അടിമപ്പെട്ട് അവസാനം പറയാ, എന്തു പറ്റി? കുടുംബത്തെ വിട്ടു, അപ്പനെ വിട്ടു, സഹോദരങ്ങളെ വിട്ടു, വിശുദ്ധി വിട്ടു, വചനം വിട്ടു, കൂദാശ വിട്ടു, പാരമ്പര്യത്തെ വിട്ടു. ഇത്ര സ്നേഹിക്കുന്ന ഈ ദൈവത്തെ പോലെ വിട്ടുകൊണ്ട് നമ്മുടെ മക്കൾ അതിന്റെ പിന്നാലെ പോകുമ്പോ ഒത്തിരിയേറെ വശീകരണ യന്ത്രങ്ങൾ എന്നുള്ള ആഭിചാര്യത്തിന്റെ, കൂടോത്രത്തിന്റെ ചെടിക ആസക്തികൾ കൊണ്ട് നിറയ്ക്കുന്ന പല പല അരൂപികളെ കൊണ്ട് നിറച്ച് ഇന്ന് ലോകം മുഴുവനിലും ഈ പൈശാചിക ആരാധന അല്ലെങ്കിൽ ഇതുപോലുള്ള യന്ത്രങ്ങൾ, ക്ഷുദ്രവസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഹലാലുപോലുള്ള ഭക്ഷണം, അങ്ങനെയൊക്കെ പല മേഖലകളിൽ നമ്മുടെ മക്കളെ വശീകരിക്കുന്ന ഒരു സ്പിരിറ്റ്, ഒരു അരൂപി അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു സ്നേഹബന്ധത്തിൽ കുരുങ്ങിപ്പോയാൽ പിന്നെ മക്കൾക്ക് അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, സഭയെ വേണ്ട. ആ വശീകരണത്തിൽപ്പെട്ട് നശിച്ചു പോകുന്ന മക്കൾ അവരാരെയും വേണ്ടെന്ന് വെക്കും, ആരെയും വേണ്ടെന്ന് വെക്കും. ഞാൻ ഓർക്കാണ് മക്കളെ, 10 മാസം ചുമന്ന് കഷ്ടപ്പെട്ട് പ്രസവിച്ച അമ്മ, കഷ്ടപ്പെട്ട് ഈ കൊച്ചിനെ വളർത്തിയ അപ്പൻ, സ്നേഹിച്ച് കൂടെ നിർത്തിയ സഹോദരങ്ങൾ, അതിനേക്കാളേറെ ജീവൻ തന്ന് ദിവ്യകാരുണ്യമായി സ്വയം നൽകിക്കൊണ്ട് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ തന്ന ഈശോ, കത്തോലിക്ക തിരുസഭ, ശരീരത്തിന്റെ വിശുദ്ധി, സ്വർഗത്തിൽ പോകേണ്ട ദൈവത്തിന്റെ സ്വന്തം ആലയമായ ശരീരം, ഇതൊക്കെ നശിപ്പിച്ച് തകർത്തെറിഞ്ഞ് ഈ ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ മാത്രം ഈ മക്കളെ നിയന്ത്രിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിസാരമായി ചിന്തിച്ചാൽ മതി, വലിയ പിശാചാണ്. ഇന്ന് തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു സംസ്കാരമാണ്. പാപത്തെ ന്യായീകരിക്കുന്ന, ലിവിങ് ടുഗദർ ന്യായീകരിക്കുന്നു, പ്രേമബന്ധം ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ ലൈനായി. ഈ പഠിക്കണ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, വേണ്ടാത്ത പ്രേമം കുരുക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ശ്രദ്ധ പതറും. എത്ര മക്കളെന്നറിയോ? ഒരിക്കലും പെൺകുട്ടി +2 പഠിക്കുക, ആ സമയത്ത് പഠനം മുടങ്ങി. +1 വരെ ഈ കുഞ്ഞ് ക്ലാസ്സിൽ ടോപ്പറാണ്, എന്നിട്ട് പഠിക്കണ കൊച്ച്. ഒത്തിരി പ്രതീക്ഷകൾ ആ കൊച്ചിനെ കുറിച്ച് കൂട്ടുകാർക്ക്, വീട്ടുകാർക്ക്, അധ്യാപകർക്ക് എല്ലാം ഉണ്ട്. ആ കൊച്ചിന് പ്രേമത്തിൽ കുരുങ്ങി. അവനെ കൊച്ചിനെ വശീകരിച്ച്, ഒരു ക്രൈസ്തവനാണ്, വശീകരിച്ച് പല പല പാപങ്ങൾക്ക് പ്രേരിപ്പിച്ച് ഫോൺ വിളി തുടങ്ങി, ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചു. കുറെ കഴിഞ്ഞ് അവന്റെ കാര്യം, ഇത് ജഡികാസക്തിയാ, അവന്റെ കാര്യം കഴിഞ്ഞപ്പോ അവൻ ഈ കൊച്ചിനെ ഇട്ടിട്ട് പോയി. പാവം കൊച്ച്. ആ കൊച്ച് ബേഴ്സ്റ്റ് ഔട്ടായി, ഡിപ്രഷനായി. ഇന്ന് ആ കുഞ്ഞ് മാനസിക രോഗത്തിന്റെ മരുന്ന് കഴിച്ച് പഠനം മുടങ്ങി, ഉറക്കം തൂങ്ങി, ഒരു വെള്ളം കൊലിപ്പിച്ച് കൊണ്ടുവന്നു പ്രാർത്ഥിക്കാൻ. സങ്കടം വരുക. ഈ മക്കള്, എത്രയോ മക്കളുടെ പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങൾ അച്ഛനുണ്ട്. എത്രയോ മക്കളുടെ പഠനം ഈ മേഖല മുടങ്ങിപ്പോയി, ജീവിതം മുടങ്ങിപ്പോയി. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വന്നു, വീട്ടിലറിഞ്ഞു, അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവാ. പിന്നെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പ്രായപൂർത്തി പിശാച്. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടിക്ക് അപ്പനോടോ അമ്മയോടോ സഭയോടോ വിശ്വാസത്തോടോ ഒരു ബന്ധമില്ല. അവൾക്ക് തോന്നിയ മാതിരി തോന്നിയവന്റെ കൂടെ ഇറങ്ങിപ്പം. അതാണ് നിയമം. ഇത് നിയമമാണിത്. ഇന്ന് ലോകം മുഴുവനും അപ്പന് വിലയില്ലാത്ത, അമ്മയ്ക്ക് വിലയില്ലാത്ത, വിശുദ്ധിക്ക് വിലയില്ലാത്ത, കുടുംബത്തിന് വിലയില്ലാത്ത, പാരമ്പര്യത്തിന് വിലയില്ലാത്ത രീതിയിൽ
ഒത്തിരി പൈശാചികമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോ ആ നിയമത്തിന്റെ ആനുകൂല്യം കൂടി കിട്ടുമ്പോ നമ്മുടെ മക്കള് ഈ പിശാചിന്റെ ആധിപത്യത്തിലും നിയമത്തിന്റെ പിൻബലത്തിലും ഇതെല്ലാം വിട്ടുപോവാ. പൈശാചിക ശക്തി ആരിലൂടെയും കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു വിശുദ്ധിയുണ്ട്, നമുക്കൊരു കുടുംബമുണ്ട്, നമുക്കൊരു പാരമ്പര്യമുണ്ട്, നമുക്കൊരു അടിസ്ഥാനമുണ്ട്, നമുക്ക് ദൈവത്തിന്റെ വചനമുണ്ട്, നമ്മൾ സ്വർഗത്തിൽ പോകേണ്ട മക്കളാ. എന്നാൽ ഇന്ന് ഇതിന് വിരുദ്ധമായിട്ട് പല പല സിനിമകളും റീലുകളും ഇതുപോലെ പഠിപ്പിക്കലുകളും ഇതുപോലുള്ള കൂട്ടുകെട്ടും പ്രലോഭനങ്ങളും ഇതൊക്കെ വരുമ്പോ ഈ മക്കളുടെ കണ്ണ് കെട്ടപ്പെടുക. അതാണ് 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിന്റെ 4-ാം വചനം നമ്മൾ കേട്ടു. എന്താണ്? ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിക്കൊണ്ട് സുവിശേഷത്തിന്റെ പ്രകാശം കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മക്കളെ അന്ധമാക്കി വെച്ചിരിക്കുന്നു. കണ്ണ് കെട്ടിയ പോലെ പോവാ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, വേലിചാടിയ പശു കോലുകൊണ്ട് ചാവും. ഇതാ സത്യം. അനേകം ഇറങ്ങിപ്പോയ മക്കൾ അച്ഛനറിയാം. ഇങ്ങനെ ഇറങ്ങിപ്പോയ മക്കള് പഠനം മുടക്കി, അപ്പനെ വിട്ട് അമ്മേനെ വിട്ട് കുടുംബം വിട്ട് സഭ വിട്ട് ഇറങ്ങിപ്പോയ മക്കള്, നരകിക്കണ മക്കൾ എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരിക, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അപ്പന്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം. എന്നാൽ കട്ടമെന്ന് പറയട്ടെ, ഈ ഒരു പ്രേമക്കുരുക്കി കുടുങ്ങിയ പിന്നെ ഈ മക്കൾക്ക് അപ്പനോട് കലിപ്പ്, അമ്മയോട് കലിപ്പ്, കുടുംബത്തോട് കലിപ്പ്. എത്ര പറഞ്ഞാലും അവന്റെ കൂടെ പോവും, അവന്റെ കൂടെ ഹോം സ്റ്റേക്ക് പോവും, അവന്റെ കൂടെ പബ്ബി പോവും, അവന്റെ കൂടെ കറങ്ങാൻ പോവും, അവന്റെ കൂടെ സിനിമയ്ക്ക് പോവും. എന്തു ചെയ്യാൻ മടിയില്ല, ഏതവന്റെ അടുത്ത് പോവും. നമ്മുടെ മക്കൾക്ക് ഒരു മടിയില്ല. ഒത്തിരി മക്കൾ അച്ഛനറിയാം. ഈ മക്കളുടെ ഒരു അടിമത്വമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളിതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. പല മക്കള് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു വരുവാ. അവള് ഡൽഹിയിൽ ഇതുപോലെ ഒരു ചെറുക്കന്റെ കൂടെ, ഒരു ക്രൈസ്തവ ചെറുക്കന്റെ കൂടെ ഒരുമിച്ച് താമസിക്കുക. ഇതറിഞ്ഞ അപ്പൻ ചെന്നു, അപ്പനെ പടിയിറക്കി വിട്ടുവള്. എന്തുമാട്ടെ, ഇവിടെ ധ്യാനത്തിന് വന്നു. ഞാൻ ഈ കൊച്ചിനോട് 100 വട്ടം പറഞ്ഞു, മോളെ, നിന്റെ സഭ, കുടുംബം, പാരമ്പര്യം, ഇന്ന് സമൂഹത്തില് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുമാത്രം അനുഭവങ്ങളാ. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. സ്വർഗത്തിൽ പോണ്ടേ, അപ്പൻ അനുഗ്രഹം വേണ്ടേ, അമ്മയുടെ അവരാണെങ്കിൽ കരയുക, അമ്മ കരയാണ്, അപ്പൻ കരയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഈ മക്കളെ സ്വാധീനിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ്. ഇതൊരു സ്പിരിച്വൽ അറ്റാക്കാണ്. നമ്മുടെ മക്കൾ ഇത് അറിയുന്നില്ല. ഈ ചെറുപ്രായത്തിൽ, പിന്നെ യുവത്വത്തിന്റെ കാലഘട്ടം, ജഡികാസക്തിയുടെയും ഒരു കരുത്തിന്റെയും ഒരു സ്വയം പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടം, കൂട്ടുകെട്ട്, അതിന്റെ സ്വാധീനം, അതിന്റെ പ്രേരണ, അതുകൊണ്ട് വേണ്ട പ്രലോഭനം, പിന്നെ ഈ ആത്മീയമായ വശീകരണ യന്ത്രങ്ങളും ശക്തികളും കൂടി വന്നു കഴിയുമ്പോൾ നമ്മുടെ മക്കള് പെട്ടെന്ന് ഈ അവസ്ഥയിൽ വീണു പോവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇന്ന് കുറച്ച് പറയാനുള്ള കാരണം, ഈ മേഖലയിൽ ഈ ദിവസങ്ങളിൽ അനേക മക്കളാണ്. ഓരോ ദിവസവും 100 കണക്കിന് മെസ്സേജ്, അച്ഛാ, എൻ്റെ മോൻ, എൻ്റെ മോള്, പെങ്കൊച്ചങ്ങള് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പോണേ. രജിസ്റ്റർ ഓഫീസിൽ ആ പരസ്യം പതിച്ചിരിക്കുന്ന എണ്ണം എടുത്ത് നോക്കിയപ്പോ, ഞങ്ങൾ ഒത്തിരി പേര് ഈ കേരളത്തിൽ ഒരുമിച്ച് നോക്കിയപ്പോ 1000കണക്കിന് മക്കളാണ് ഓരോ മാസവും ഇതുപോലെ പോണേ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന്. വളരെ വേദനയോടെ പറയട്ടെ മക്കളെ, നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെ മാമോദിസ സ്വീകരിച്ച, ദൈവാത്മാവിനാൽ നിറയപ്പെട്ട, കൂദാശ സ്വീകരിച്ച, ദൈവത്തിന്റെ ആലയമായ സ്വർഗത്തിന്റെ പൗരത്വമുള്ള നമ്മുടെ മക്കളോട് പിശാചിന് ഭയങ്കരമായ ശത്രുതയുണ്ട്. അത് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ളതിന് അതുപോലെ വേലി കെട്ടി സംരക്ഷിക്കണം. വിലപിടിപ്പുള്ളത് പൊതിഞ്ഞു സൂക്ഷിക്കണം. നമ്മുടെ മക്കൾക്ക് ആ ഒരു ചൈതന്യമില്ല. തോന്നിമാതിരി ജീവിക്കും. പച്ച കുത്തി, മൂക്കുത്തിയിട്ട്, അല്ലെങ്കിൽ കുറെ കമ്മലിട്ട്, മോശമായ വസ്ത്രം ധരിച്ച്, എല്ലാം ഒരുമാതിരി ഒരു അഴകൊഴ ജീവിതം ജീവിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അതും കൂടി ഈ പിശാചിന് പെട്ടെന്ന് കയറിപ്പറ്റാൻ ഇടയാകും. ഒത്തിരിയൊക്കെ ധരിച്ച്, ജപമാലയൊക്കെ ചൊല്ലി, ക്രൂശിതരൂപം കയ്യിലേന്തി, കണ്ടാൽ യേശുവിന്റെ കൊച്ച, മാതാവിന്റെ കൊച്ച, അങ്ങനെ തോന്നുന്ന രീതിയിൽ നമ്മുടെ മക്കൾ ജീവിക്കണം. നമ്മുടെ മക്കൾക്ക് ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പള്ളിയില്ല, കൂദാശയില്ല. ഒത്തിരി മക്കൾ, എല്ലാവരും അല്ല, ഒത്തിരി മക്കൾക്ക് ഇങ്ങനെ പോണ മക്കളെ നോക്കിക്കോ, ഇങ്ങനെ പോണ മക്കളെ നോക്കിക്കോ. ജപമാലയില്ല, ഉത്തരീയമില്ല, പരിശുദ്ധ അമ്മയില്ല, കൂദാശയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, മാതാപിതാക്കൾ ബന്ധമില്ല.
അതോടൊപ്പം തന്നെ വിശുദ്ധ കുമ്പസാരയില്ല. ഇങ്ങനെയുള്ള മക്കളെ പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി നമ്മുടെ സമൂഹത്തില് ഈ അന്തരീക്ഷത്തിൽ പോലും, ഈ വായുവിൽ പോലും ഈ ഒരു അരൂപിയുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇല്ലാത്ത മക്കളെ പെട്ടെന്ന് ഈ പിശാച് വലിച്ചു കൊണ്ടുപോകും. ഇതിൽ ഇന്ന് യുവമക്കളെ കുരുക്കാനുള്ള ഏറ്റവും വലിയൊരു മേഖലയാണ് പ്രേമ കുരുക്ക്. അതിനോട് ചേർന്ന് ബാക്കിയല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമുക്ക് ശക്തമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞ പോലെ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. പരിശുദ്ധ അമ്മയെ വിളിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ റോസറി വാരിയേഴ്സ് ഗ്രൂപ്പില് അനേക മക്കള്, നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ജപമാല ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക മക്കള് അച്ഛനോട് പറയുന്നുണ്ട്, ആ ഗ്രൂപ്പിൽ ചേർക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ കുരിശിലെ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ കുരിശ് യുദ്ധത്തിനല്ലാതെ പാപത്തെ, ശാപത്തെ, മരണത്തെ, സാത്താന്, കടങ്ങൾ വീട്ടി ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ് കൊളോസോസ് 2:14 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി അവയെ പരസ്യമായി കുരിശിൽ അവഹേളന പാത്രമാക്കിയ യേശുവിന്റെ ഈ കുരിശിലെ ബലിക്കല്ലാതെ, ഈ കുരിശ് യുദ്ധത്തിനല്ലാതെ ഈ പിശാചിനെ തകർത്തെറിയാൻ ആർക്കും കഴിയത്തില്ല. കട്ടമെന്ന് പറയുന്ന കുടുംബങ്ങളില് അപ്പനും അമ്മയും തമ്മിൽ പോലും സ്നേഹമില്ല. ഈ മക്കളെ നിങ്ങൾ, ഈ കാർന്നമാരെ ഓർക്കണം, ഈ മക്കളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഞാൻ ഇങ്ങനെ പോയ പല മക്കളെ പഠിച്ചപ്പോ അപ്പനും മക്കളോട് സ്നേഹമില്ല, എപ്പോഴും കുറ്റപ്പെടുത്തും, എപ്പോഴും ഒറ്റപ്പെടുത്തും. ഇങ്ങനെ നിങ്ങൾ കുടുംബത്തില് മക്കളെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ, അവരെ കുറ്റപ്പെടുത്തിയാൽ ഇവന്മാരുണ്ടില്ല, സുഖിപ്പിക്കും, എല്ലാം കൊടുക്കും, താലോലിക്കും, എല്ലാ സ്നേഹവും കൊടുക്കും. അതിന് പിന്നാലെ മക്കൾ പോവാ, അതും ഒരു വശമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെ സ്നേഹിക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമിക്കുക, ചേർത്ത് പിടിക്കുക, അവരെ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളെ ഒരു പിശാചിന് വിട്ടുകൊടുക്കാത്ത ഒരു സംരക്ഷണം നമ്മൾക്ക്, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ആരാധനയിൽ ഈ മേഖലയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വളരെയേറെ സൂക്ഷിച്ചു പോകേണ്ട കാലഘട്ടമാണ്. ഇതുപോലെ തിന്മ അതിപ്രസരിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കാൻ നമ്മൾ കരങ്ങൾ ഉയർത്തണം. അന്ന് മോശ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ ജനം ജയിച്ചു. കരം താണപ്പോ തോറ്റുകൊണ്ടിരുന്നു. എന്നാൽ കരം വിരിച്ചു പിടിച്ച് ആ ജനം ജയിച്ചു. ദൈവജനം മോശയുടെ കരം ഉയർത്തപ്പെട്ടപ്പോൾ ജയിച്ചു. അതുപോലെ അപ്പന്റെ കരം, അമ്മയുടെ കരം ഇന്ന് മക്കൾ ഇറങ്ങുമ്പോൾ അവർ യുദ്ധകളത്തിലേക്ക് പോണേ, അവർക്ക് വേണ്ടി വിരിച്ചു നിൽക്കണം മക്കളെ. നമുക്ക് പ്രാർത്ഥിക്കാം, കരങ്ങൾ വിരിച്ച് ദിവ്യകാരുണ്യ സന്നദ്ധിയില് കർത്താവിന്റെ ശക്തമായ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വശീകരണ പ്രേമ, ആ സ്നേഹത്തിന്റെ, തെറ്റായ സ്നേഹബദ്ധത്തിന്റെ ദുരാത്മ ദുർഭൂതത്തെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യമേ എന്റെ പൊന്നേശുനാഥ, വന്നു വാണിടുമോ എന്റെ ഹൃദയത്തിനുള്ളിൽ, സ്നേഹകൂദാശയായി തീർന്നൊരാ ദൈവ സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായ ഈശോയെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന 8 നോമ്പിന്റെ ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
ഈ സമയത്ത് വിശുദ്ധ മോനിക്കായുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെയും പ്രത്യേകമായ മധ്യസ്ഥത്തിലും അവരിൽ നിറഞ്ഞ കൃപകളിലും അവരിലൂടെ പ്രവർത്തിച്ച ദൈവിക ശക്തിക്കുമൊക്കെ അടിസ്ഥാനമിട്ടുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങയുടെ കരുണയാൽ, കുരിശുമരണ ശക്തിയാൽ, സ്വർഗത്തിന്റെ സഹായത്താൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ചൊരിയപ്പെടുന്ന അതിസ്വാഭാവികമായ കൃപകളെ ഓർത്ത്, അങ്ങയുടെ വലിയ കരുണയോർത്ത് ഈശോയെ ഞങ്ങളങ്ങെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഏറ്റവും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെയും ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സ്നേഹത്തോടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധിക്കുന്ന കർത്താവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഈശോയെ ആരാധന. അങ്ങയുടെ സ്നേഹത്തെയോർത്ത്, അങ്ങയുടെ കരുണയോർത്ത്, അങ്ങയുടെ കാരുണ്യത്തിന്റെ സാന്നിധ്യത്തെയോർത്ത് ഈശോയെ നന്ദി നന്ദി നന്ദി. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ദിവ്യകാരുണ്യ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും, ജീവിത പങ്കാളി, സഹോദരങ്ങള്, മാതാപിതാക്കള് എല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മോണിക്ക പ്രാർത്ഥനയിൽ ഒരു വലിയ കുടുംബമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഒരേ ഹൃദയത്തോടെ, ഒരേ മനസ്സോടെ, ഒരേ സങ്കടത്തോടെ, ഒരേ കണ്ണുനീരോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വലിയ കൂട്ടായ്മയിൽ അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ മക്കൾ കുരുങ്ങി കിടക്കുന്ന ജഡികമായ ലോകാരൂപിക്ക് അടിമപ്പെട്ട തെറ്റായ സ്നേഹബന്ധത്തിന്റെയും പ്രേമക്കുരുക്കിന്റെയും അവസ്ഥകൾ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഈശോയെ അങ്ങയോട് അങ്ങ് തന്നെ ചേർത്ത് പിടിക്കണം. അങ്ങയുടെ സ്നേഹം ലഭിച്ചാൽ, അങ്ങയുടെ കാരുണ്യം അനുഭവിച്ചാൽ ഞങ്ങളുടെ മക്കൾ ആരും അങ്ങയെ വിട്ടു പോകില്ല. വിശുദ്ധ അഗസ്തീനോസ് റോമാക്കാർക്ക് ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 13-ാം വചനത്തില് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളെ വ്യാപരിക്കരുത്. ഈശോയെ ധരിക്കാൻ പറഞ്ഞപ്പോ ഈശോയെ അങ്ങേ ധരിക്കുവാനുള്ള ഭാഗ്യം വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെയും അദ്ദേഹത്തിന്റെ മാനസാന്തരപ്പെട്ട അപ്പച്ചന്റെയും പെട്രിയൂഷീസിന്റെയും പ്രാർത്ഥനയാൽ ആ കൃപ അഗസ്തീനോസിന് ലഭിച്ചു. അങ്ങേ ധരിച്ചു കഴിഞ്ഞപ്പോ വലിയ അവിഹിത ബന്ധത്തിൽ നിന്ന്, തെറ്റായ പ്രേമക്കുരുക്കിൽ നിന്ന് മാറുവാനും അങ്ങയെ സ്വന്തമാക്കിക്കൊണ്ട് വലിയ വിശുദ്ധിയില് മാനസാന്തരപ്പെടാനും അഗസ്തീനോസ് പുണ്യവാളന് അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്താൽ, അങ്ങയുടെ വലിയ കരുണയാൽ ഞങ്ങളുടെ മക്കളെ അങ്ങ് നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയെ ധരിക്കത്തക്ക വിധം അങ്ങയെ നൽകിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയെ കിട്ടിയാൽ പിന്നെ ഒന്നിനു വേണ്ടി അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ മക്കൾ ദാഹിക്കത്തില്ല. അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞില്ലേ, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വലിയ പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ഞങ്ങളുടെ മക്കള് എന്തിനോ വേണ്ടി, സന്തോഷത്തിനു വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി, സ്നേഹത്തിനു വേണ്ടി, സൗഹൃദത്തിനു വേണ്ടി ഈ ലോക ബന്ധങ്ങളിൽ ഓടി നടക്കുകയാണ് ഒത്തിരിയേറെ മക്കൾ. ഈശോയെ, എന്നാൽ അതിലൊന്നും സന്തോഷം കിട്ടില്ല, സമാധാനം കിട്ടില്ല, സ്നേഹം കിട്ടില്ല, സൗഹൃദം കിട്ടില്ല. എല്ലാം നശിച്ച് വിശുദ്ധി നഷ്ടപ്പെട്ട് ജഡിക പാപത്തിൽ കുടുങ്ങി അതിനോടകം ലഹരിക്ക് അടിമപ്പെട്ട് തെറ്റായ പ്രവൃത്തികൾക്ക് അടിമപ്പെട്ട് നശിച്ച് പഠനം മുടങ്ങി, ജീവിതം മുടങ്ങി, എല്ലാം നഷ്ടപ്പെട്ട് ഈശോയെ അങ്ങേപ്പോൾ നഷ്ടപ്പെട്ട്, കുടുംബത്തിൽ നഷ്ടപ്പെട്ട്, സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ട് എല്ലാം തകർന്നു പോയ
മക്കളുടെ അവസ്ഥയിലേക്ക് വന്നു പോകുന്ന മക്കൾ, ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിനല്ലാതെ ഞങ്ങളുടെ മക്കളെ ഒന്നിനും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന തൃപ്തിപ്പെടുത്തുന്ന സ്നേഹം, അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന യഥാർത്ഥമായ സൗഹൃദം, അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന സംതൃപ്തി ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് തന്നെ നൽകണം. സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. ഈശോയെ, അങ്ങയെ രുചിച്ചറിയുവാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ, അങ്ങയുടെ സൗഹൃദം അനുഭവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് കൃപ നൽകണമേ. ഞങ്ങൾക്ക് ഉറപ്പാണ് ഈശോയെ, അങ്ങയെ കിട്ടിയാൽ, അങ്ങയെ സ്വന്തമാക്കിയാൽ ഞങ്ങളുടെ മക്കള് ഈ ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഈ മ്ലേച്ഛത, ഈ പൈശാചികത, ഈ ലോകാരൂപിയെ തകർത്തെറിയും. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഇതുപോലെ പ്രേമക്കുരുക്കിൽ കൊടുക്കപ്പെട്ട് കിടക്കുന്ന മക്കളെയും, ഇനിയും നമ്മുടെ എല്ലാ മക്കളെയും ഇതിൽ നിന്ന് വീണ് പോകാതെ കർത്താവിന്റെ സ്നേഹത്തിൽ, തിരുഹൃദയ സംരക്ഷണത്തിൽ, സ്വർഗത്തിന്റെ സംരക്ഷണത്തിൽ, വിശുദ്ധിയിൽ ജീവിക്കാൻ ലോകാരൂപിക്ക് അടിമപ്പെടാതെ, വശീകരണ യന്ത്രങ്ങൾക്ക് അടിമപ്പെടാതെ, ആഭിചാര്യത്തിനോ ക്ഷുദ്ര വസ്തുക്കൾക്കോ ഒരു തിന്മയുടെ ദുരാത്മ ശക്തികൾക്കോ ഈ മേഖലയിൽ കീഴടക്കാൻ പറ്റാതെ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഓരോ മക്കൾക്കും വേണ്ടി കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയോട് സമർപ്പിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ മക്കളെ അങ്ങ് പതിഞ്ഞു പിടിക്കണമേ. അങ്ങയുടെ യുവഹൃദയത്തിന്റെ സ്നേഹം കർത്താവേ, 33-ാമത്തെ വയസ്സില് യുവത്വത്തിന്റെ ആ വലിയ പൂർണ്ണതയില് അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി കുത്തി തുറന്നു. ആ സ്നേഹം സ്വയം ദാനമായ പരിശുദ്ധമായ സ്നേഹം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ കർത്താവേ. നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കളെ അടിമപ്പെടുത്തി വെച്ചിട്ടുള്ള പ്രേമത്തിന്റെ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ എല്ലാ ദുരാത്മ ദുർഭൂതങ്ങളെയും അതിൽപ്പെട്ട് വ്യഭിചാരത്തില് മ്ലേച്ഛത കണ്ട്, മ്ലേച്ഛത കേട്ട്, മ്ലേച്ഛത സംസാരിച്ച്, മ്ലേച്ഛമായ സ്പർശനങ്ങള്, ജഡിക പാപങ്ങൾ ചെയ്ത് ഇതിനോടകം സാത്താന്റെ കെണിയിൽ കുടുങ്ങിപ്പോയ, വലയിൽ കുരുങ്ങിപ്പോയ എല്ലാ മക്കളെയും അങ്ങയുടെ തൃപ്പാദത്തികൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ, അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ, അപ്പന്റെയും അമ്മയുടെയും അധികാരത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ കിടക്കുന്ന ഈ പ്രേമക്കുരുക്കിൽ നിന്ന്, ഈ സാത്താന്റെ കെണിയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ ഈ തിന്മയുടെ ദുരാത്മാക്കളെ ഞങ്ങളുടെ മക്കളിൽ നിന്ന് ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, നിർവീര്യമാക്കി കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ വിമോചനം പ്രാപിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ വിശുദ്ധിയുള്ള മക്കളായിട്ട് മാറട്ടെ. ഞങ്ങളുടെ മക്കളെ നിയന്ത്രിക്കുന്ന ഈ ജഡികാസക്തിയുടെ, ഈ പ്രേമത്തിന്റെ വശീകരണ ശക്തികളുടെ ദുരാത്മ ദുർഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കളെ വിട്ടുമാറി പോകട്ടെ. കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ വിടുതൽ സംഭവിക്കട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ മക്കളുടെ ശിരസ് മുതൽ പാദം വരെ ഇപ്പോൾ അങ്ങ് കഴുകണമേ. ബുദ്ധിയെ, ചിന്തകളെ, വികാരങ്ങളെ, ആസക്തികളെ, തീരുമാനങ്ങളെ, തോന്നലുകളെ, ഇഷ്ടങ്ങളെ, സ്വപ്നങ്ങളെ, അതോടൊപ്പം തന്നെ കർത്താവെ, ശിരസ് മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളെയും അങ്ങേ തിരുരക്തത്താൽ കഴുകണമേ. കണ്ണുകളെ, കാതുകളെ, നാവിനെ, ശരീരത്തെ, ലൈംഗിക അവയവങ്ങളെ, പാപത്തിന് വിട്ടുകൊടുത്ത ഓരോ ശരീര അവയവങ്ങളെയും തിരുരക്തത്താൽ കഴുകി അങ്ങയുടെ നാമശക്തിയാൽ സാത്താന് ലഭിച്ച നിയമപരമായ അധികാരം, അവകാശം, ശക്തി നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ ആത്മശരീര കർത്താവെ മനസ്സിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണം, പവിത്രീകരിക്കണം, സൗഖ്യപ്പെടുത്തണം. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താല് ഞങ്ങളുടെ മക്കളെ കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും
തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമിവരെ ഇന്ന് പൊന്നു കർത്താവേ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ സ്നേഹം നിറച്ച് അങ്ങയുടെ സൗഹൃദം നിറച്ച് അങ്ങയുടെ വലിയ സംരക്ഷണത്തിൽ പൊതിഞ്ഞു പിടിച്ച് അങ്ങയുടെ കരങ്ങളിൽ ചേർത്ത് അങ്ങയുടെ മാറോട് ചേർത്ത് പിടിച്ച് അങ്ങയുടെ പൊന്നു മക്കളാക്കി സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ മേഖലകളിലുള്ള എല്ലാ അവസ്ഥകളെയും കർത്താവിന്റെ നാമത്തിൽ കർത്താവ് തന്നെ വിടുവിച്ച് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കട്ടെ. എല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിശബ്ദമായിട്ട് നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ മക്കൾ ആരും ഇതുപോലെ വഴുതിറ്റി പോകാതെ തെറ്റായ പഠിപ്പിക്കലുകൾ കേട്ട്, കർത്താവെ ഞങ്ങൾ കേട്ടു ഒരു വ്യക്തി പഠിപ്പിക്കുന്നതൊക്കെ, അതിൻ്റെ ഒന്നും പിന്നാലെ പോകാതെ അനേക മക്കളെ ആ വ്യക്തി ഇതിനോടകം പല പല തെറ്റായ പഠിപ്പിക്കലുകളിലൂടെ നയിച്ചിട്ടുണ്ട്. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്കാണ് അവൻ ഇതുപോലുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നത്. കർത്താവെ, അങ്ങനെ പിശാച് കയറിയ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ആ മക്കളെ വേണ്ടാത്ത ചിന്തകൾ വിട്ടുമാറിപ്പോകട്ടെ. സത്യം കർത്താവെ മക്കൾ അറിഞ്ഞ് സ്വതന്ത്രരാകട്ടെ. ആ മക്കൾക്ക് വേണ്ടി കൂടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണം. ആരും നശിച്ചു പോകാനിടയാകരുത്. അങ്ങയോട് ചേർന്ന്, കുടുംബത്തോട് ചേർന്ന്, വചനത്തോട് ചേർന്ന്, കുദാശയോട് ചേർന്ന് ഒരിക്കലും അങ്ങേ വിട്ടു പോകാതെ ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ വളരട്ടെ, അങ്ങയിൽ ഫലം പുറപ്പെടുവിക്കട്ടെ, അങ്ങയിൽ തന്നെ എപ്പോഴും ആയിരിക്കട്ടെ. വ്യക്തിപരമായിട്ടൊരു നിമിഷം എല്ലാ മക്കളും പ്രാർത്ഥിക്കും. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മുടെ എല്ലാ മക്കളെയും കർത്താവിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ തിരു ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചേർത്ത് പിടിച്ച് ആ ഹൃദയത്തിന്റെ സ്നേഹവും സൗഹൃദവും ശാന്തതയും സമാധാനവും സൗഖ്യവും എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ കരങ്ങളിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.